പ്രവാസ ലോകത്തിലെ വാർത്തകളിലേക്ക്. യുഎഇയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള ബാഗേജ് അലവൻസിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. യാത്രക്കാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരണം നൽകിയത്. ഓഗസ്റ്റ് 19 മുതൽ ബാഗേജ് അലവൻസിൽ മാറ്റം വരുത്തിയത് കോർപ്പറേറ്റ് ബുക്കിംഗുകളായ കോർപ്പറേറ്റ് വാല്യൂ, കോർപ്പറേറ്റ് ഫ്ലെക്സ് എന്നിവയ്ക്കു മാത്രമാണ് ബാധകം. സാധാരണ യാത്രക്കാരെ ഇത് ബാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യമായി ബാഗേജ് കൊണ്ടുവരാനുള്ള പരിധി 30 കിലോയിൽ നിന്ന് 20 കിലോയായി കുറച്ചിരുന്നു. യാത്രക്കാരുടെ വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് ഇതിൽ മാറ്റം വരുത്തി. പ്രവാസി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേക പ്രമോഷൻ ക്യാമ്പയിനുകളുടെ ഭാഗമായി 70% വരെ കിഴിവോടെയുള്ള ബാഗേജ് അലവൻസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ജൂലൈയിൽ ഇതുവഴി കടന്നുപോയത് 3.5 ദശലക്ഷം യാത്രക്കാർ. ജൂണിലെ 3.1 ദശലക്ഷം യാത്രക്കാരുടെ റെക്കോർഡ് മറികടന്ന് 4 ലക്ഷം യാത്രക്കാരുടെ വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ന് 1,30,000 യാത്രക്കാരുമായി വിമാനത്താവളം ഒറ്റ ദിവസത്തെ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു. വിമാനത്താവള ടീമിന്റെ പ്രവർത്തനക്ഷമതയും യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകുന്നതിനുള്ള സമർപ്പണവും എടുത്തുകാണിക്കുന്നതാണ് ഈ റെക്കോർഡെന്ന് റിയാദ് വിമാനത്താവള കമ്പനി CEO ഐമൻ അബു അബ പറഞ്ഞു. ജൂണിൽ 88%, ജൂലൈയിൽ 84% ഓൺ ടൈം ഡിപ്പാർച്ചർ നിരക്ക് നിലനിർത്തിയതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പുതിയ വാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം നടപ്പിലാക്കുന്നു. അപേക്ഷകർ 75% മാർക്ക് നേടിയില്ല എങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടതായി കണക്കാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ടെസ്റ്റ് സമയത്ത് 6 ഘട്ടങ്ങൾ വിലയിരുത്തി മാർക്ക് നൽകുന്നതാണ് പുതിയ രീതി. സീറ്റ് ബെൽറ്റ് ഉറപ്പിക്കുക, വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധ നിലനിർത്തുക, നടപ്പാതയോട് ചേർന്നുള്ള ഇടങ്ങളിൽ ശരിയായി പാർക്ക് ചെയ്യുക, ചുവന്ന ലൈറ്റിൽ നിർത്തുക, നിയന്ത്രിത സ്ഥലത്ത് വാഹനം കൈകാര്യം ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നീങ്ങുമ്പോഴും മാനുവൽ ട്രാൻസ്മിഷൻ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയാണ് ടെസ്റ്റിൽ വിലയിരുത്തുന്നത്. 6 ഗവർണറേറ്റുകളിലും പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ പൊതുനിർമ്മാണ മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെ എല്ലാ വാഹന വിഭാഗങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,13,000 കടന്നു. 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ 10% സ്വദേശിവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. 2021 സ്ഥാപിതമായ നാഫിസ് പദ്ധതി വഴി സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി ആരംഭിച്ച ശേഷം 81,000 സ്വദേശി പൗരന്മാർക്കാണ് തൊഴിൽ ലഭിച്ചത്. 2026ഓടെ 50-ലേറെ ജീവനക്കാരുള്ള കമ്പനികളിൽ 10% സ്വദേശിവൽക്കരണം ലക്ഷ്യമിടുന്നുണ്ട്. ഈ വർഷം 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങളിലും ഒരു സ്വദേശിയെങ്കിലും നിയമിക്കണമെന്ന മന്ത്രിസഭാ തീരുമാനം നടപ്പിലാക്കുന്നുണ്ട്. IT, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.